ഹലോ, ഈസി ആയിട്ട് പെട്ടെന്ന് അധികം ചിലവൊന്നുമില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെക്കറേറ്റീവ് പീസായതേ. നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു റിങ്, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് ഇഷ്ടമുള്ള കളർ തീമിൽ നമുക്കിത് ചെയ്യാവേ. എൻ്റെ കളർ തീം എന്ന് വെച്ചാൽ സിൽവറും ബ്ലൂ ആയിരുന്നു. അതൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തത്. അതിന് നമുക്ക് വേണ്ടത് ഒരു ഗുലാബ്സ്. നമുക്കിഷ്ടമുള്ള സൈസ് ഡയമീറ്റർ നമുക്കെടുക്കാം, നമുക്ക് മേടിക്കാൻ കിട്ടും കടകളിൽ. അതിൽ നമ്മൾ എൻ്റേത് ഞാൻ പറഞ്ഞാൽ സിൽവറും ബ്ലൂ ആയിരുന്നു എൻ്റെ തീം. അതുകൊണ്ട് ഞാൻ സിൽവർ കളറ് റിബൺ വെച്ച് ഫുൾ ഗുലാബ്സ് കവർ ചെയ്തു. എൻ്റെ ഗുലാബ്സിൻ്റെ കളർ കണ്ടല്ലോ, റെഡും സിൽവറും. അപ്പം ആ റെഡും ഗോൾഡും എനിക്ക് അതിൻ്റെ അകത്ത് വേണ്ട. അതുകൊണ്ട് സിൽവർ വെച്ച് മൊത്തം അങ്ങ് കവർ ചെയ്തു. കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെന്നില്ല, ഇച്ചിരി ഗ്യാപ്പൊക്കെ വന്നാലും കുഴപ്പമില്ല. ബിക്കോസ് നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ വേറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മളതിനെ മൊത്തം കവർ ചെയ്യും. വൺസ് നമുക്ക് വേണ്ട ഏരിയാസ് നമ്മൾ സിൽവർ റിബൺ വെച്ച് കവർ ചെയ്ത് കഴിയുമ്പം ഞാനൊരു ടിൻസിൽസ്, ഇതിപ്പോൾ ക്രിസ്മസ് സീസൺ ആയതാണ്, ടിൻസിൽസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആ ടിൻസിൽസ് വെച്ച് നമുക്കിഷ്ടമുള്ള ടൈപ്പ് കിട്ടും, അത് വെച്ച് ഞാൻ ബാക്കി ഏരിയയും കൂടി കവർ ചെയ്തു. അപ്പം അതിൻ്റെ ഒരു പ്രയോജനം വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു സൈഡ് എന്ന് വെച്ചാൽ ടിൻസിൽസ് വെച്ചാൽ ഇച്ചിരി ബൾക്കി ആയിട്ടുള്ള സാധനം. അപ്പം നമുക്ക് പെട്ടെന്ന് വാസ്റ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇച്ചിരി ക്രിസ്റ്റലായിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ നമുക്ക് ആ ക്രിസ്റ്റലിൻ്റെ തിളക്കം കാണാൻ പറ്റിയില്ല. ഇച്ചിരി ലീഫി ക്രിസ്റ്റലായിട്ടുള്ള സാധനം, അത് വെച്ച് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഡെക്കറേറ്റ് ചെയ്യും. നമുക്ക് സെയിം സാധനം വെച്ച് എൻ്റെ റിങ് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം, പക്ഷേ അതൊരു ഡിഫറൻസ് ആയിട്ടിരിക്കേണ്ട. അതിന് വേണ്ടിയാണ് ഇച്ചിരി ഒരു ബൾക്കി ആയിട്ടും ഇച്ചിരി മെസ്സി ആയിട്ടുള്ള ഒരു വശം ഇച്ചിരി ടൈഡി ആയിട്ടുള്ള വശവും വെച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് അതാ ഇച്ചിരിയും കൂടി ഒരു അട്രാക്റ്റീവും തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തേ. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവേ. ഇത് നമ്മൾ എന്നിട്ട് നന്നായിട്ട് ഒരു റിബണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ സെയിം കളറുള്ള ടൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് കെട്ടി ഉറപ്പിച്ച് വെക്കണം. അത് ഊർന്നു പോയില്ല, എന്നാലും നമുക്ക് സെക്യൂറായിട്ട് വെക്കാൻ വേണ്ടി എപ്പോഴും നല്ല എന്തെങ്കിലും കൊണ്ട് ടൈ ചെയ്ത് വെക്കണം. പിന്നെ നമുക്കിഷ്ടമുള്ള ഓർണമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് സീസൺ ആയതാണ്, ക്രിസ്മസ് ട്രീ സാധനങ്ങളെല്ലാം കൂടി വെച്ചാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പം സിൽവർ തീമാന്ന് പറഞ്ഞാലും ചെറിയൊരു ഗോൾഡൻ ടച്ച് കൂടി കൊടുത്ത് ഇച്ചിരി ഒരു കോൺട്രാസ്റ്റ് വരാൻ വേണ്ടി നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ അത് കെട്ടിത്തൂക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതേ വെക്കാം, ഇല്ലെങ്കിൽ കയ്യെ പിടിച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പൊക്കത്തിൽ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ടോയ് നൂല് അത് ഇങ്ങനെ തൂക്കിയിട്ട് അതിൽ ഹാങ് ചെയ്തിട്ടിട്ടാണ് ഫോട്ടോ എടുത്തത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണേ. അപ്പോൾ ഇതാണ് എൻഡ് റിസൾട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ടേക്ക് കെയർ.